CPM അടൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും നേതൃത്വത്തിന് എതിരെ രൂക്ഷ വിമർശനം. ചാംചച്ച ചോംചച്ച എന്ന പാട്ടുപോലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമെന്നാണ് വിമർശനം. നടൻ ജയൻ അഭിനയിച്ച സിനിമയിലെ ഈ പാട്ട് പോലെയാണ് MV ഗോവിന്ദന്റെ പത്രസമ്മേളനമെന്നും പാട്ടെഴുതിയ ആൾക്കോ സംഗീത സംവിധായകനോ ഗായകനോ അതെന്താണെന്ന് പോലും അറിയില്ല എന്നും പരിഹാസമുയർന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബന്ധു നിയമനത്തിന്റെ പേരിൽ EP ജയരാജനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നുവെന്നും അതേ പാർട്ടിയിലാണ് ഭാര്യ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടതെന്നും വിമർശിച്ചു. PB അംഗം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞ് മാതൃകയാകണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കോവൂർ കുഞ്ഞുമോനെ തോൽപ്പിക്കാൻ പത്തനംതിട്ടയിലെ KSKTU നേതാവ് ശ്രമിച്ചെന്നും ആരോപണം ഉയർന്നു. KPMSനെ കൂട്ടുപിടിച്ചാണ് നേതാവ് ഈ ശ്രമം നടത്തിയത്. കുന്നത്തൂർ സീറ്റ് അടുത്ത തവണ ഉറപ്പാക്കാനാണ് ഈ നേതാവ് ശ്രമിച്ചതെന്നായിരുന്നു വിമർശനം. CPIക്കെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. അടൂരിൽ CPI ഒന്നും ചെയ്തില്ലെന്നും ചിറ്റയം ഗോപകുമാറിനെതിരായ നെഗറ്റീവ് വോട്ട് LDFന് ക്ഷീണമായെന്നുമാണ് വിമർശനം. പ്രിജി കണ്ണൻ എന്ന സൗമ്യമുഖത്തെ സ്ഥാനാർത്ഥിയാക്കിയത് മാത്രമാണ് CPIയുടെ സംഭാവന. എല്ലാ വോട്ടും LDFന് എന്ന് പറഞ്ഞ് KPMS നേതാക്കൾ പണം വാങ്ങിയതായുള്ള ആരോപണം അന്വേഷിക്കണം, കമ്മിറ്റിയിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. നേതൃത്വത്തിന്റെ പരാജയവും ഭരണവിരുദ്ധ വികാരവും ധാർഷ്ട്യവും ശരീരഭാഷയും എല്ലാം പരാജയത്തിന് കാരണമായി എന്ന് ജില്ലാ കമ്മിറ്റികളിൽ തുടരെ വിമർശനം ഉയരുന്നുണ്ട്. പരാജയ കാരണം പിണറായിയുടെ ധാർഷ്ട്യമാണെന്ന് നേരത്തെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ തുറന്നടിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിലെ തന്റെ ശരീരഭാഷ ശരിയല്ലെന്നും വീട്ടിൽ തന്റെ മകൻ പോലും വിമർശിച്ചെന്നും MV ഗോവിന്ദൻ സമ്മതിക്കുക പോലുമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും തിരുവനന്തപുരത്ത് രൂക്ഷ വിമർശനമുണ്ടായി. മുഷിഞ്ഞ ഷർട്ട് ഇടുന്നവരെ മാറി നിൽക്കാൻ പറയുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സാധാരണക്കാരന് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ലെന്ന് കുറ്റപ്പെടുത്തലുണ്ടായി. നേതൃത്വം ശൈലി മാറ്റണമെന്നും തിരുത്തിയില്ലെങ്കിൽ നിലനിൽപ്പില്ലെന്നുമായിരുന്നു ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന അഭിപ്രായം. പിണറായി വിജയനെതിരെ ജനവികാരം ശക്തമായിരുന്നുവെന്നും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും നേതാക്കൾ പറഞ്ഞു. കാസർഗോഡ് തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ കണ്ണൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. പയ്യന്നൂരിലെ സംഘടനാ പ്രശ്നമാണ് തൃക്കരിപ്പൂരിലെ തോൽവിക്ക് കാരണം. MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നും അംഗങ്ങൾ നിലപാടെടുത്തു. P ജയരാജനും KK ശൈലജയും പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരണമെന്നും ആവശ്യമുണ്ടായി. P ജയരാജൻ പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം ശക്തമായി ഉണ്ടായത്. എന്തായാലും ഈ ഒരു പരാജയത്തിന് കാരണം പിണറായിയുടെ ധാർഷ്ട്യം തന്നെയാണെന്നാണ് അണികൾക്കിടയിൽ ഉയരുന്ന സംസാരം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഇരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. ഈ സ്ഥാനം ഉപേക്ഷിച്ച് പോണം എന്നാണ് അണികൾക്കിടയിലെ ആവശ്യം. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള തോൽവിക്ക് പ്രധാന കാരണം ഗോവിന്ദൻ എന്നുകൂടി ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ നിന്ന് വിമർശനമുണ്ടാകുന്നത്.